അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് മുഖ്സിത്ത് എന്നത്. നീതിമാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അബ്ജദീയത്ത് 209 ഖുർആനിൽ ഇത് വന്നിട്ടില്ല. ഒരു നിലക്കുള്ള അക്രമവും വിധിയിലോ പ്രവർത്തനത്തിലോ ഉണ്ടാകാത്ത രൂപത്തിൽ നീതിപരമായി മാത്രം വിധിക്കുന്നവൻ. ഒരു അക്രമിയും ആക്രമിക്കപ്പെട്ടവനും ഉണ്ടാകുമ്പോൾ ആ അക്രമിയിൽ നിന്ന് പരിപൂർണമായി ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യന് നീതി നൽകുന്നവൻ എന്ന് മാത്രമല്ല, ആ അക്രമിയെ തൃപ്തിപ്പെടുത്തലോടുകൂടെ തന്നെ ആക്രമിക്കപ്പെട്ടവനെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ വിധി നടപ്പാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ എന്നെല്ലാം ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖസത്ത എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു എന്നർത്ഥമുണ്ട്. ആ ഖസത്ത എന്ന പദത്തിലേക്ക് ഒരു ഹംസ പ്രവേശിച്ച് അഖ്സത്ത എന്നായാൽ അക്രമത്തെ നീക്കം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഖിസ്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള സമ്പൂർണമായ നീതി കൊണ്ട് നിലകൊള്ളുക എന്ന് അർത്ഥമുണ്ട്. ഇതിൽ നിന്നാണ് മുഖ്സിത്ത് എന്നതുണ്ടായത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇഖ്സാത്ത് എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഓഹരി വെക്കുന്നതിലും വിധി നടപ്പിലാക്കുന്നതിലും നീതി പുലർത്തൽ എന്നാണ്. അള്ളാഹു അങ്ങേയറ്റത്തെ നീതി പുലർത്തുന്നവനാണ്. അങ്ങേയറ്റത്തെ നീതി പുലർത്തുക എന്നത് അള്ളാഹുവിന് മാത്രം സാധ്യമായ കാര്യമാണ്. സർവസൃഷ്ടികൾക്കിടയിലും അള്ളാഹു നീതിപരമായി വിധിക്കുന്നു. അള്ളാഹുവിനെക്കുറിച്ചൊരു മനുഷ്യൻ അള്ളാഹുവാണ് മുഖ്സിത്ത്, നീതിമാൻ എന്ന തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അള്ളാഹുവിൻ്റെ ആ ഒരു നീതിയെ പ്രതീക്ഷിക്കുകയും ആ ഒരു നീതിയെ ഭയപ്പാടോടുകൂടെ കാണുകയും അതുപോലെ തന്നെ ഒരു ഗൗരവത്തോടെ കാണുകയും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ പ്രതീക്ഷിക്കുകയും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകും എന്നാണ്. അള്ളാഹുവിൻ്റെ നീതിയെ ഭയക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും എത്രയോ ളുൽമ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്നുണ്ട്, ദീനിനോട് ചെയ്യുന്നുണ്ട്. നീതിപരമായി അള്ളാഹു വിധി നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവനാണ് ഞാനെന്ന ആ ഒരു പേടി അവനിൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം. മുഖ്സിത്ത് എന്ന ഇസ്മുമായിട്ട് ബന്ധം പുലർത്തേണ്ടത് മഹത്തുക്കൾ പഠിപ്പിച്ചു. സദാസമയത്തും അള്ളാഹുവിന് മുറാഖബയിലായി കഴിഞ്ഞുകൂടുക. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് എത്ര നീതി ഉണ്ടായാലും തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് നീതി ഉണ്ടാകുന്നത് പോലെ ഒരിക്കലും ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ നീതിയിൽ മാത്രം അങ്ങേയറ്റം കെട്ടുറപ്പുള്ളവനാവുകയും വിശ്വാസദൃഢയുള്ളവനാവുകയും ചെയ്യുക എന്നതാണ് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നതിൻ്റെ അടയാളമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഈ ഇസ്മു കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കൽ മഹാന്മാർ പറഞ്ഞു, നീ ആർക്കിടയിലും വിധി നടപ്പാക്കുമ്പോൾ നീതിപരമായ വിധി മാത്രമേ നടപ്പാക്കാവൂ. നിന്റെ വിധിയിലും നിന്റെ പ്രവർത്തനത്തിലും നിന്റെ വാക്കുകളിലും ആർക്കും വിഷമം ഉണ്ടായിക്കൂടാ. ആരോടും അക്രമം
പാടില്ല. അത് മൊത്തമായ നിലക്കായാലും ഏത് രൂപത്തിലായാലും വ്യക്തിപരമായ നിലക്കാണെങ്കിലും നീ എന്ത് തീരുമാനങ്ങൾ നടത്തുമ്പോഴും അതിലൊക്കെ പരിപൂർണമായ നീതി ഉണ്ടായിരിക്കും. ഈ മഹത്തായ ഇസ്മ ധാരാളം ചൊല്ലുമ്പോൾ ഇബാദത്തുകളിലുള്ള വസ്വാസുകളൊക്കെ ഇല്ലാതെയായി പോകും. അതുപോലെ തന്നെ അല്ലാഹു തആല പല രഹസ്യങ്ങളും അവനിലേക്ക് ഇൽഹാമായ നിലക്ക് അറിയിച്ചു കൊടുക്കും എന്നാണ്. അതുപോലെ ഒരു മനുഷ്യനെ എല്ലാ നിലക്കും നശിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും. പിശാച് പലപ്പോഴും ഇബാദത്തുകൾക്ക് മുടക്കാക്കുന്ന രൂപത്തിൽ ശാരീരിക വിഷമങ്ങളുണ്ടാക്കും, ഖൽബിനെ ബാധിക്കുന്ന പ്രയാസങ്ങളുണ്ടാക്കും, പല രൂപത്തിലുള്ള വസ്വാസുകളൊക്കെ ഉണ്ടാക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ പരിപൂർണമായ രക്ഷ നേടാൻ ഈ ഇസ്മിനെ ധാരാളം ചൊല്ലുമ്പോൾ സാധ്യമാകും എന്നാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.